ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2025 മാർച്ച് 23 മുതൽ 31 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര്? 2024 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ. ഉത്തരം വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ വിനോദ് കുമാർ ശുക്ല ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരൻ കൂടിയാണ്. 11 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഉറുദു കവിയായ ഗുൽസാർ, സംസ്കൃത പണ്ഡിതനായ രാംഭദ്രാചാര്യ എന്നിവർക്കാണ്. 2025 മാർച്ച് 28 ഭൂകമ്പമുണ്ടായ രാജ്യങ്ങൾ. ഉത്തരം മ്യാൻമർ, തായ്ലൻഡ്. മ്യാൻമർ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലാണ് 2025 മാർച്ച് 28 ഭൂകമ്പമുണ്ടായത്. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനം. 2025 മാർച്ച് 28 ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഉത്തരം ഓപ്പറേഷൻ ബ്രഹ്മ. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര്? ഉത്തരം ക്രിസ്റ്റി കോവൻട്രി. സിംബാബ്വെയുടെ നീന്തൽ താരമാണ് ക്രിസ്റ്റി കോവൻട്രി. ഈ സ്ഥാനത്തെത്തുന്ന ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയാണ് ക്രിസ്റ്റി കോവൻട്രി. IOCയുടെ 130 വർഷം നീണ്ട ചരിത്രത്തിൽ IOCയുടെ പ്രസിഡന്റാവുന്ന ആദ്യ വനിതയും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് ക്രിസ്റ്റി കോവൻട്രി. ഒളിമ്പിക് ദിനമായ ജൂൺ 23 ക്രിസ്റ്റി കോവൻട്രി സ്ഥാനമേൽക്കുക. ഇന്ത്യയിൽ നിന്നുള്ള IOC അംഗമാണ് നിത അംബാനി. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണിറ്റി പ്രസിഡന്റായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത് ആര്? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണിറ്റി പ്രസിഡന്റായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഉത്തരം തോമസ് ബാക്ക്. ലോക ജലദിനം എന്ന്? ലോക ജലദിനം മാർച്ച് 22. 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം ഹിമാനികളുടെ സംരക്ഷണം എന്നതാണ് 2025 ലോക ജലദിനത്തിന്റെ പ്രമേയം. 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? 2025 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി. ഉത്തരം തിരുവനന്തപുരം. സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട്. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമായ വരുണയുടെ 23ാം പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണ്? ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമായ വരുണയുടെ 23ാം പതിപ്പിന്റെ വേദി. ഉത്തരം അറബിക്കടൽ. 2025 മാർച്ചിൽ പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 മാർച്ചിൽ പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഇന്ത്യ 118ാം സ്ഥാനത്ത്. 2025 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. തുടർച്ചയായി 8ാം വർഷവും വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഫിൻലൻഡാണ് 1ാം സ്ഥാനത്തുള്ള രാജ്യം. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏത്? 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പേര്. ഉത്തരം മാർച്ച് ഓഫ് ഗ്ലോറി. കായിക ചരിത്രകാരനായ K. അറുമുഖവും മാധ്യമപ്രവർത്തകനായ എറോൾ ഡിക്രൂസും ചേർന്നെഴുതിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി. 1975 മാർച്ച് 15 കോലാലംപൂരിൽ നടന്ന ഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഹോക്കി ലോകകപ്പ് നേടിയത്.
ചരിത്രത്തിലെ ഇന്ത്യയുടെ ഏക ലോകകപ്പ് ഹോക്കി കിരീട നേട്ടത്തിന് 2025 മാർച്ചിൽ 50 വർഷം തികഞ്ഞു. ലോക കാലാവസ്ഥാ ദിനം എന്ന്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ചടയ്ക്കുക എന്നതാണ് 2025 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം. കടകളിലെ വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധന. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പരിശോധന ഓപ്പറേഷൻ ഓയിൽ. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ്. 2025 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ആദിവാസി വിഭാഗങ്ങൾക്കായി മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വനാമൃതം. വനാമൃതം പദ്ധതി 2022 ഡിസംബറിൽ മണ്ണാർക്കാട് വനം ഡിവിഷനു കീഴിലാണ് വനാമൃതം പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത്. ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം ഏത്? ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകം. ഉത്തരം ബ്ലൂ ഗോസ്റ്റ് പേടകം. ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് പേടകം തന്നെയാണ്. അമേരിക്കയുടെ സ്വകാര്യ കമ്പനിയായ ഫയർഫ്ലൈ എയ്റോസ്പേസ് ആണ് ചന്ദ്രനിൽ ബ്ലൂ ഗോസ്റ്റ് പേടകം വിജയകരമായി ഇറക്കിയത്. ഒഡീസിയസ് പേടകമാണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറക്കിയ ആദ്യ സ്വകാര്യ ലാൻഡർ. കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ പൊൽ ആപ്പ്. ഉത്തരം പൊൽ ആപ്പ്. 2025 മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം. 2025 മെയ്യോടുകൂടി പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ഏത്? ഉത്തരം സ്കൈപ്പ്. നിക്കോളാസ് സെൻ ലോ, ജാനസ് ഫ്രീസ് എന്നിവരാണ് 2023 സ്കൈപ്പ് തുടങ്ങിയത്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ പുതിയ സൗരദൗത്യമാണ് പഞ്ച്. ഉത്തരം പഞ്ച്. സൗരവാതത്തിന്റെ ഉറവിടങ്ങളെക്കുറിച്ചാണ് പഞ്ച് ദൗത്യം പ്രധാനമായും പഠനം നടത്തുക. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടത്തുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേര്. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടത്തുന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം. ഉത്തരം ബോങ്കോ സാഗർ. ഇന്ത്യക്കു വേണ്ടി ഈ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്ന കപ്പലാണ് INS രൺവീർ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ച കൃതികൾ. കഥാ നോവൽ വിഭാഗത്തിൽ വിമീഷ് മണിയൂർ എഴുതിയ ഭൂതം. കവിതാ വിഭാഗത്തിൽ പ്രേമജ ഹരീന്ദ്രൻ എഴുതിയ പൂമാല എന്നീ കൃതികൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. വൈജ്ഞാനികം എന്ന വിഭാഗത്തിൽ ബി പത്മകുമാർ എഴുതിയ പാഠം 1 ആരോഗ്യം എന്ന കൃതിക്കും, ശാസ്ത്രം എന്ന വിഭാഗത്തിൽ പ്രഭാവതി മേനോൻ എഴുതിയ ശാസ്ത്രവികൃതികൾ സുകൃതികൾ കെടുതികൾ എന്ന കൃതിക്കുമാണ് 2024 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ജീവചരിത്രം ആത്മകഥ എന്ന വിഭാഗത്തിൽ നെത്തല്ലൂർ ഹരികൃഷ്ണൻ എഴുതിയ കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന കൃതിക്കും, വിവർത്തനം എന്ന മേഖലയിൽ ഡോക്ടർ സംഗീത ചേനംപുല്ലിന്റെ വെള്ളത്തിന് നനവുണ്ടായതെങ്ങിനെ എന്ന കൃതിക്കും, നാടകം എന്ന വിഭാഗത്തിൽ ഹാജിറ KM എഴുതിയ സാക്ഷി എന്ന കൃതിക്കുമാണ് 2024 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്.